ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടിമിയാസ് പ്ലാനറ്റ്. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ മാസ്ക് വീഡിയോ ആണ്. നമ്മൾ വെറുതെ കളയുന്ന ചീഞ്ഞളിഞ്ഞ പഴം ഉണ്ടാവുമല്ലോ, ആ പഴം വെച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ മാസ്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ല പഴുത്തളിഞ്ഞ പഴം എടുക്കുക. നമുക്ക് കഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പഴം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈപ്പ് പഴമാണ് നമ്മൾ എടുക്കുന്നത്. പഴം കൊണ്ടുള്ള ഹെയർ മാസ്ക് മുടിയിൽ നിന്ന് നഷ്ടപ്പെട്ട പോഷകങ്ങളെ തിരികെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ മുടിയുടെ സ്വാഭാവിക തിളക്കം വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു ഹെയർ മാസ്ക് മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ചർമ്മഭാഗങ്ങളിൽ ഒന്നാണ് ശിരോചർമ്മം. ഈ ശിരോചർമ്മത്തിലാണ് നമ്മളെ മുടിയുടെ വേരുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊന്ന് പരിപോഷിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. അപ്പോൾ വാഴപ്പഴത്തിൽ സിലിക്ക എന്ന് പറയുന്നൊരു കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി കെട്ടുപിണയുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. മുടി ഇങ്ങനെ കെട്ടുപിടിക്കുമല്ലോ, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ മുടി അങ്ങനെ കെട്ടൊന്നും പിടിക്കില്ല. ആ ഒരു നമ്മളെ മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ നൽകും നമ്മളെ മുടിക്ക്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാൻ നമ്മൾ പഴം നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക. 1-2 പഴം നമ്മളെ മുടിയുടെ നീളത്തിനനുസരിച്ച് പഴത്തിൻ്റെ എണ്ണത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 പിന്നെ ഒരു ചെറിയ 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞ നമ്മൾ ചേർക്കുന്നില്ല, മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട നമ്മളെ തലയോട്ടിയിലെ വരൾച്ചയെ തടയാൻ സഹായിക്കുന്നു. ഈ തലയോട്ടിയിലുണ്ടാകുന്ന വരൾച്ചയും ഫംഗസൊക്കെയാണ് താരൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമ്മളെ തലയോട്ടിയിലും പിന്നെ മുടിയുടെ താഴോട്ടേക്കായിട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഒരു 10-20 മിനിറ്റ് നമ്മളെ തലയിൽ ഈ മാസ്ക് വെക്കുക. അതിനുശേഷം ഏതെങ്കിലും നല്ല വീര്യം കുറഞ്ഞ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിക്കളയണം. തലയിൽ ഇതിൻ്റെ ബാക്കിയൊന്നും ഇരിക്കാൻ പാടില്ല, നല്ലപോലെ തന്നെ കഴുകിക്കളയണം. ആഴ്ചയിൽ 1-2 തവണ വാഴപ്പഴം ഉപയോഗിച്ചുള്ള ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ മുടി നല്ല മിനുസമുള്ളതാക്കുന്നു. അതോടൊപ്പം തന്നെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ മുടിയുടെ കേടുപാടുകൾ ഇല്ലാതാക്കാനും ഈ ഹെയർ മാസ്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ തലയോട്ടിയിലെ വരൾച്ച ഒന്നുകൂടി തടയാൻ എണ്ണയും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ. പേജ് ഇഷ്ടമായാലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.